ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം 44 വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനത്തിലും എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 14 വരെയും 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഇത്തരത്തിൽ പൂർത്തീകരിക്കപ്പെട്ട പ്രവചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിക്കും എന്ന ഹോസിയ പ്രവാചകന്റെ പ്രവചനവും അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവചനവും, ഹെറോദസ് രാജാവ് ശിശുവിനെ വധിക്കാൻ ഉടൻ അന്വേഷിക്കുമെന്ന് കേട്ട ഉടനെ ജോസഫ് മാതാവിനെയും യേശുവിനെയും എടുത്തുകൊണ്ട് പലായനം ചെയ്യുകയാണ്. ഈ ക്രിസ്മസ് കാലത്ത് നോമ്പിലൂടെയും പ്രാർത്ഥനയിലൂടെയും നല്ല ഒരുക്കത്തിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ യേശു വന്ന് ജനിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ വന്നു പിറന്ന ഈശോയെ നഷ്ടപ്പെടുത്തുന്ന, എടുത്തു കളയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നാം പലായനം ചെയ്യണം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ്ലിഹ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവന് വേണ്ടി ജീവിക്കുവിൻ. സ്ലിഹ തുടർന്ന് പറയുന്നു, ക്രിസ്തുവിന് യോജിക്കാത്തവയ്ക്ക് നിങ്ങൾ ഇരയാകരുത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാനും അവന് വേണ്ടി ജീവിക്കാനും പൗലോസ്ലിഹ പറയുന്നത് പോലെ ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയത്തക്ക വിധം വിശ്വാസത്തിലേക്ക് വളരാനും നമുക്കാകണം. ഇന്നത്തെ വായനകളിലെല്ലാം കടന്നു വരുന്ന ഒരു മുഖ്യ ആശയം കുടുംബമാണ്. ഇന്ന് തിരുസഭ മാതാവ് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആചരിക്കുകയാണ്. സാധാരണയായി ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ചയാണ് തിരുക്കുടുംബത്തിന്റെ തിരുനാളായി ആചരിക്കുന്നത്. യേശുവും മാതാവും ഔസപിതാവും ചേർന്ന തിരുക്കുടുംബത്തിന്റെ ഏതാനും ചില പ്രത്യേകതകൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, തിരുക്കുടുംബം ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു വളർന്ന കുടുംബമാണ്. മറിയം ദൂതനോട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. യൗസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്ന വചനവും തിരുക്കുടുംബത്തിന്റെ ദൈവവിശ്വാസത്തിന്റെ മാതൃക വിളിച്ചോതുന്നുണ്ട്. ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിൽ സന്ദേഹമൊന്നുമില്ലാതെ ദൈവത്തിൽ വിശ്വസിച്ചതിന്റെ ഉത്തമ മാതൃകയാണ് തിരുക്കുടുംബം. രണ്ടാമതായി, ദൈവശരണമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടവരാണ് തിരുക്കുടുംബം. ദൈവത്തോട് എപ്പോഴും ആലോചന നടത്തിയിട്ടാണ് അവർ അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ജീവിച്ചു പോകുന്നത്. രണ്ടാമതായി, ദൈവശരണമാണ്. ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടവരാണ് തിരുക്കുടുംബം. ദൈവത്തോട് എപ്പോഴും ആലോചന നടത്തുകയും ജീവിതത്തിലെ വിഷമഘട്ടങ്ങളിലും സന്ദിഗ്ധ അവസ്ഥകളിലും ദൈവത്തിൽ ശരണപ്പെടുകയും ചെയ്തവരാണ്. ദൈവകേന്ദ്രീകൃതമായ ജീവിതമാണ് തിരുക്കുടുംബത്തിനുണ്ടായിരുന്നത്. മൂന്നാമതായി, പരസ്പര സ്നേഹവും ആദരവും ബഹുമാനവുമാണ്. തിരുക്കുടുംബം ഒത്തുചേർക്കപ്പെട്ടത് സ്നേഹത്തിലാണ്, ദൈവസ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും. ബഹുമാനത്തിന്റെയും ആദരവിന്റെയും മാതൃകയാണവർ. മറിയത്തെ അപമാനിതയാക്കാൻ ആഗ്രഹിച്ചില്ല എന്നതിലൂടെ ജോസഫിന് മറിയത്തോടുണ്ടായിരുന്ന ബഹുമാനവും ആദരവും പ്രകടമാകുന്നുണ്ട്. ശിശുവായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടുമുട്ടിയപ്പോൾ മറിയം ചോദിക്കുന്നുണ്ട്, നിന്റെ പിതാവും ഞാനും എത്രയേറെ ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിച്ചുവെന്ന്. ഇത് മറിയത്തിന് ജോസഫിനോടുള്ള ആദരവും ബഹുമാനവും പ്രകടമാക്കുന്നുണ്ട്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നതിലൂടെ യേശുവിന് ദൈവത്തോടും മാതാപിതാക്കളോടുമുള്ള സ്നേഹവും ആദരവും ബഹുമാനവും വ്യക്തമാകുന്നുണ്ട്. നാലാമതായി, തിരുക്കുടുംബം ഒന്നായി ചേർന്നതാണ്. ഒന്നായി ഭക്ഷിച്ചവർ, ഒന്നായി യാത്ര ചെയ്തവർ, ഒന്നായി പ്രാർത്ഥിച്ചവർ. ഒരുമയുടെ ആഘോഷമായിരുന്നു തിരുക്കുടുംബം. തിരുക്കുടുംബ മാതൃകയിലേക്ക് വളരാനായിട്ടാണ് ഓരോ ക്രിസ്തീയ കുടുംബവും വിളിക്കപ്പെട്ടിട്ടുള്ളത്. വിശ്വാസത്തോടെ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഉറച്ച ക്രിസ്തീയ വിശ്വാസം നയിക്കാനായിട്ട് നമുക്കാകണം. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ആദരവ് കാണിച്ചും നല്ലൊരു കുടുംബം നമ്മൾ പടുത്തുയർത്തണം. ഒന്നായി യാത്ര ചെയ്തും ഒന്നായി പ്രാർത്ഥിച്ചും
ഒന്നായി ഭക്ഷിച്ചും ഒന്നായി തീരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിന്റെ വലിപ്പമല്ല, സ്നേഹത്തിലുള്ള ആഴമാണ് കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബം പോലെ മനോഹരമാക്കി തീർക്കാനായിട്ട്, തിരുക്കുടുംബത്തിന്റെ സ്നേഹത്തിൽ ആഴപ്പെടാനുള്ള വലിയ കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.